മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചർച്ച ചെയ്യുന്നത് ഏറ്റവും വിലയേറിയ ഔഷധ മൂല്യങ്ങൾ നമുക്ക് നൽകുന്ന ശംഖുപുഷ്പം എന്ന അത്ഭുത ആയുർവേദ സസ്യത്തെപ്പറ്റിയാണ്. ഈ ശംഖുപുഷ്പം എന്ന ആയുർവേദ അത്ഭുത സസ്യം നട്ട് പരിപാലിക്കുന്നത് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ സന്തത സഹചാരികളും ഒപ്പം നമുക്ക് മാതൃകയാക്കിയെടുക്കാൻ പറ്റുന്നതായ രണ്ട് കുഞ്ഞ് കർഷകരോടാണ് ഇത് പരിചരിക്കുന്നത്. അത് മറ്റാരുമല്ല, ആദിദേവും കാത്തുമോളുമാണ്. നമുക്ക് അവർക്ക് ആദ്യമായിട്ടൊരു വിഷയം. ആദ്യമേ ഹായ് കാത്തുമോളെ, ഹായ്. അപ്പോഴേ ഈ ആദിദേവും കാത്തുമോളും എന്നോട് പറഞ്ഞത് ഈ ശംഖുപുഷ്പം, ഇത് നീല ശംഖുപുഷ്പമാണ് അവർ പരിചരിക്കുന്നത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഒന്നും വലിയ വശമല്ല, ആരും ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ കെയർ ഓഫിൽ ഇതിൻ്റെ ഔഷധ സസ്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയണം, അത് മറ്റുള്ളവർക്കും അവർക്കും പ്രയോജനപ്രദമാവും എന്നാണ് പറഞ്ഞത്. അപ്പം പ്രിയപ്പെട്ടവരെ, ഈ ആയുർവേദ അത്ഭുത സസ്യമായ ശംഖുപുഷ്പം ഇപ്പോഴെഴുതി നിൽക്കുന്നത് നീല ശംഖുപുഷ്പമാണ്, നീല പൂ ഉണ്ടാകുന്ന ശംഖുപുഷ്പമാണ്. എന്നാൽ ഇന്ന് വിവിധ നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ശംഖുപുഷ്പങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഇത് സാധാരണയായി നമ്മുടെ നാട്ടുകാർ വളർത്തുന്നത് ഒരു പൂച്ചെടിയായിട്ടാണ് ഇത് വളർത്തുന്നത്. എന്നാൽ അതിമനോഹരമായ പൂക്കൾ ഉണ്ടാകുന്നതിനുപരിയായിട്ട് ഇത് വളരെ ശക്തിയേറിയ ഒട്ടനവധി രോഗങ്ങൾക്ക് ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതും ഒപ്പം ഒരു പോസിറ്റീവായ എനർജി പ്രദാനം ചെയ്യുന്നതുമായ ഒരു സസ്യമാണ്. ഇതിൻ്റെ പൂക്കൾ കാണുവാൻ അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെ ധാരാളമായ ചിത്രശലഭങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. വള്ളിച്ചെടിയായി വളരുന്നതിനാൽ നമുക്ക് മതിലുകളിലും അതുപോലെ തന്നെ കമ്പ് വല്ലതും കുഴിച്ചു നിർത്തിയൊക്കെ ഇത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ വിത്ത്, പൂവ് കൊഴിഞ്ഞതിന് ശേഷം ഒരു വിത്തുണ്ടാവുന്നു. ആ വിത്തിൽ നിന്നാണ് ഇതിൻ്റെ പുതിയ സസ്യങ്ങൾ രൂപം കൊള്ളുന്നത്. പയറുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിവക്ഷിക്കാം. കാരണം ഇത് പിഴുതെടുക്കുമ്പോൾ ഇതിൻ്റെ വേരുകളിൽ ഒരു ചെറിയ മുഴ, അർബുദം പോലുള്ള ഭാഗങ്ങൾ കാണും. ഇത് നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്നും ആഗിരണം ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ്. ഈ ചെടി പഴുത്ത് ഉണങ്ങിപ്പോകുമ്പോൾ ആ നൈട്രജൻ്റെ അംശങ്ങൾ മൊത്തം മണ്ണിൽ ലയിക്കുകയും അങ്ങനെ മണ്ണ് ഫലഭൂഷ്ടമായി തീരുകയും ചെയ്യുന്നു. അത് പയറുവർഗത്തിലുള്ള എല്ലാ ചെടികളുടെയും ഒരു പ്രത്യേകതയാണ്. നട്ട് ഏതാണ്ട് ഒരു വർഷം ആകുമ്പോഴത്തേന് നമുക്കിതിൻ്റെ കായ്കൾ ലഭ്യമായി തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. 6 മാസത്തിൽ പൂക്കുമെങ്കിലും ഒരു വർഷം മുതലേ കായ്കൾ ലഭ്യമായി തുടങ്ങുകയുള്ളൂ. പിന്നീട് ഇതിൻ്റെ സമ്പൂർണ്ണ, അതായത് ഇലയും പൂവും വേരും ഔഷധ ഗുണയോഗ്യമാണ് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പൂവ് നോക്കിയാട്ടെ, ശംഖിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ ഈ പൂവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ശംഖുപുഷ്പം എന്ന പേര് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ട് അപരാജിത എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നമ്മുടെ കവികൾ ധാരാളമായി വർണ്ണിച്ചിട്ടുള്ള ചെടികളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരൂ എന്ന പാട്ട് വളരെയധികം പ്രശസ്തമാണ്. അതെ, ഇതിൻ്റെ വേര്, വിത്ത്, പൂവ് ഒക്കെ ഔഷധ ഗുണമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഇതിനും അപ്പുറം ഒരു സസ്യത്തെ പ്രകൃതി നമുക്ക് നൽകിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ, ഇപ്പോൾ ഓർമ്മക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, അൽമേഷ്യസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ അത്യന്തം പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മാരക രോഗമാണ് ക്യാൻസർ പിടിപെട്ടാൽ മരുന്നില്ല എന്നാണ് പറയുന്നെങ്കിലും ക്യാൻസറിൻ്റെ കോശങ്ങളെ, അതിൻ്റെ വളർച്ചയെ തടയാൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സംരക്ഷണമാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം സംരക്ഷിക്കാൻ ഇതിലും അപ്പുറം ഒരു മരുന്നില്ല. മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് ശംഖുപുഷ്പം. നല്ല ഉറക്കം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ
നമ്മുടെ മലബന്ധം ഇന്ന് വലിയ അസുഖമാണ്. നമുക്കറിയാം, മലബന്ധമാണ് നമ്മളുടെ പല രോഗങ്ങൾക്കും കാരണമെന്ന് നാം മറക്കരുത്. മലബന്ധം ഇല്ലാതാക്കി മലശോധന സുഖകരമാക്കുവാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശംഖുപുഷ്പം കഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉറക്കക്കുറവ് ഇന്നൊരു വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. ഉറക്കക്കുറവ് പരിഹരിക്കാനും ഈ ശംഖുപുഷ്പം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ വേര് കഷായം വെച്ച് കുടിച്ചാൽ മൂർഖൻ പാമ്പ് കടിക്കുന്ന ആ വിഷത്തിനൊരു പരിഹാരമാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതൊക്കെ ഈ മരുന്നുകളൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആധികാരിക വൈദ്യശാസ്ത്രങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി പഠിച്ചതിന് ശേഷമോ അതല്ലെങ്കിൽ നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ള വൈദ്യന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചോ ഈ പച്ചമരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാവൂ. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പച്ചമരുന്നുകൾക്ക് എല്ലാം തന്നെ വിരുദ്ധ ആഹാരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിശ്ചിത ഇടവേളകളിൽ ഇത് ഉപയോഗിക്കണമെന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശംഖുപുഷ്പം പോലെയുള്ള എല്ലാ ആയുർവേദ പച്ചമരുന്നുകളും ഉപയോഗിക്കുമ്പോൾ നല്ല വിദഗ്ധനായ വൈദ്യരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, ആധികാരികമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് പഠിച്ചതിന് ശേഷമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. എന്തായാലും പ്രകൃതി നമ്മൾക്ക് നമ്മുടെ സംരക്ഷണ കവചമായി നൽകിയിട്ടുള്ള ഈ ശംഖുപുഷ്പം പോലെയുള്ള ഈ മരുന്നുകൾ സംരക്ഷിക്കേണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത്തരത്തിലാണ് ആദിദേവനെയും അതുപോലെ തന്നെ കാത്തുമൂളയും ഒക്കെ നമ്മൾ അഭിനന്ദിക്കുന്നത്. കാരണം അവർ സ്ഥിരമായിട്ട് പച്ചമരുന്നുകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ആദിദേവും കാത്തുമൂളും ഇലഞ്ഞൂർ വ്ലോഗ് കാണാറുണ്ടോ? ആദിദേവ ഇലഞ്ഞൂർ വ്ലോഗ് കാണാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ആദിദേവും കാത്തുമൂളും ഇലഞ്ഞൂർ വ്ലോഗ് കാണുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇലഞ്ഞൂർ വ്ലോഗ് കണ്ടതിന് ശേഷം മാത്രമേ അവർ ഉറങ്ങത്തുള്ളൂ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്നുണ്ട്, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകമായ ഒരു നന്ദി ആണ് ഞാൻ നിങ്ങൾക്ക് അർപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ശംഖുപുഷ്പം ഉപയോഗിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ കൂടി നമുക്ക് പൊതുജനങ്ങളുടെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് പങ്കുവയ്ക്കാം. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ പൂവ് ഇതേപോലെയുള്ള ഒരു 10 പൂവ് നമ്മൾ പറിച്ചെടുക്കണം. രാവിലെ 10 പൂവ് പറിച്ചെടുത്ത് ഇതിൻ്റെ ഈ പൂവിൻ്റെ ഞെട്ടൊക്കെ നമ്മളങ്ങ് നീക്കം ചെയ്യണം. ഞെട്ടൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് കഴുകി ശുദ്ധി വരുത്തുക. ശുദ്ധി വരുത്തിയതിന് ശേഷം ഭംഗിയായി തിളച്ച വെള്ളത്തിനകത്ത് ഈ 10 പൂക്കൾ ഇടുക. ഇട്ട് അല്പസമയം കഴിയുന്നതോടെ ഈ വെള്ളം, ഈ തിളച്ച വെള്ളം, ഇതിലിട്ട വെള്ളം നല്ല രീതിയിൽ അങ്ങ് നീലയാവും. അപ്പം ഈ വിവിധ പൂക്കൾ ഉണ്ടാകുന്ന ശംഖുപുഷ്പങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണ യോഗ്യമായിട്ടുള്ളതും ഉപയോഗിക്കുന്നതും ഈ കാണിക്കുന്ന നീല ശംഖുപുഷ്പമാണ്. അപ്പം ഈ നീല ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് നമ്മൾ ഇതുണ്ടാക്കുന്നതിന് നീലച്ചായ എന്നാണ് പറയുന്നത്. നീലച്ചായം 10 പൂക്കൾ നമ്മൾ കഴുകിയെടുത്ത് നല്ലവണ്ണം വെട്ടി തിളച്ച വെള്ളത്തിനകത്ത് നമ്മൾ ഇട്ട് വെക്കുന്നു. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴോ 5, 6, 7 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല നീലയാവുന്നു. ഉടൻ തന്നെ നമ്മൾ ഇത് അരിച്ചെടുത്ത് അതിനകത്ത് അല്പം തേനും കൂടി ചേർത്ത്, അതല്ലെങ്കിൽ പനങ്കൽക്കണ്ടമോ ഒക്കെ ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർത്താലും മതി, നമ്മളിത് കുടിക്കുക. അങ്ങനെ ഏതാനും ദിവസങ്ങൾ നമ്മളിത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് ലഭിക്കുന്ന ഗുണം അത് നമുക്കൊരിക്കലും വർണ്ണിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നല്ല ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം ശരീര സൗന്ദര്യം, മുഖസൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്, മലശോധന ഉണ്ടാകുന്നുണ്ട്, ഒപ്പം നല്ല ഉന്മേഷം കിട്ടുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് സ്ഥിരമായി ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള ഈ നീലച്ചായ നമ്മൾ കുടിക്കുകയാണെങ്കിൽ യുവത്വം നിലനിർത്തും. അതായത് പ്രായമാകുമ്പോഴുണ്ടാകുന്ന ആ തൊലിയിലെ ചുളുക്ക് ഒക്കെ മാറി നല്ല യുവത്വം, അതായത് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ഈ നീല ശംഖുപുഷ്പത്തിൻ്റെ ഈ ചായയിലൂടെ നമുക്ക് സാധിക്കും. ഇത് നമുക്ക് ശീലമാക്കാം, വലിയ നഷ്ടങ്ങളൊന്നുമില്ല. രാവിലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കട്ടൻ കാപ്പിയും ചായയുടെ അത്രയും പോലും ചിലവ് വരത്തില്ല. ഈ ശംഖുപുഷ്പം നട്ടുപിടിപ്പിക്കാൻ തന്നെ ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്ന് അല്പം വളക്കൂറുള്ള മണ്ണിനകത്ത് നട്ടുപിടിപ്പിച്ചാൽ മതി. പിന്നെ ഇപ്പം ഇത് നല്ല രീതിയിൽ തഴച്ച് നിൽക്കുന്നത് ഈ ആദ്യവും കാത്തുമോളും ചെടികൾ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അതികഠിനമായ വരൾച്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഈ അതികഠിനമായ വരൾച്ചയിലും ഇത് നല്ല രീതിയിൽ തളിർത്ത് പൂത്ത് നിൽക്കുമ്പോൾ, നമ്മുടെ മനസ്സിനും കണ്ണിനും നല്ല കുളിർമ പകർത്തക്ക രീതിയിൽ നിൽക്കുമ്പോൾ ശരിക്കും വെള്ളം
ഒഴിക്കുന്നുണ്ട്. ജലസേചന സൗകര്യം ഒരു പ്രധാന വിഷയമാണ്. അതുപോലെ നമ്മൾ ആലോചിക്കേണ്ടത് ചെടികളായാലും അതുപോലെ തന്നെ പച്ചമരുന്നായാലും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് വളർത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ ഔഷധ സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകത്തിന് ഒരു പ്രത്യേകമായ പോസിറ്റീവ് എനർജിയുണ്ട്, രോഗപ്രതിരോധ ശക്തിയുണ്ട്. അപ്പം ഇത് നമ്മുടെ മുറ്റത്ത് നട്ടുമ്പോൾ കിഴക്ക് നിന്നുള്ള കാറ്റ് ഇതിൻ്റെ വാതകം ആ കാറ്റടിച്ച് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറ്റുവാണെങ്കിൽ വീട് ശുദ്ധീകരിക്കാനും ഒപ്പം വീട്ടിൽ ഐശ്വര്യങ്ങൾ നിലനിർത്താനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ശംഖുപുഷ്പം കിഴക്ക് അഭിമുഖമായി വാതിലിന് അഭിമുഖമായി ഒന്ന് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഇതിലൂടെ പുറത്തേക്ക് വരുന്ന ആ മരുന്ന് കണികകൾ നമ്മുടെ കിഴക്കൻ കാറ്റ് നമ്മുടെ വീടിനുള്ളിലേക്ക് വഹിച്ചുകൊണ്ട് പോരുമ്പോൾ ആ വീടിനുള്ളിൽ ഈ ഔഷധ ഗുണങ്ങൾ കെട്ടി നിൽക്കുകയും നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും അതുമൂലം നമ്മുടെ ഒരു ഐശ്വര്യം വർദ്ധിക്കുന്നതിനും സാധിക്കുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നീലച്ചായ ഉണ്ടാക്കി കുടിക്കുന്ന വിധം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വിഭവം കൂടി ഇതുമൂലം ഉണ്ടാക്കും. അതിനും വേണ്ടത് ഇതിൻ്റെ 10 പൂക്കളാണ്. അതായത് ഈ ശംഖുപുഷ്പത്തിൻ്റെ 10 പൂക്കൾ രാവിലെ ഈർത്തെടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഞെട്ടുകളൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് കഴുകി ശുദ്ധി വരുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വെട്ടി തിളപ്പിച്ച വെള്ളം ഈ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുന്ന ഉടനെ ഇതിന് നീല നിറമാവും. ഉടൻ തന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് അതിൻ്റെ നീര് ഇതിനകത്ത് കലർത്തി ആവശ്യത്തിന് തേനോ പഞ്ചസാരയോ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും മേൽപ്പറഞ്ഞ, അതായത് നമ്മൾ നീലച്ചായ കുടിച്ചതിനേക്കാൾ ഗുണങ്ങൾ നമുക്കുണ്ടാവും. നല്ല ദഹനശക്തി ഉണ്ടാവുന്നു, നല്ല വിശപ്പുണ്ടാവുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ദുർമേധസ് അത് ഇല്ലാതാവുന്നു. അത് പൊണ്ണത്തടി കുറയുന്നു. പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് നമുക്കറിയാം, ശരീരത്തിലെ ദുർമേധസ് കെട്ടിക്കിടന്നാണ് ഈ പൊണ്ണത്തടി ഉണ്ടാകുന്നത്. പൊണ്ണത്തടി ഇല്ലാതാവുന്നു. ഒപ്പം നമുക്ക് ഹൃദ്രോഗം, ക്യാൻസർ, ഉറക്കക്കുറവ്, അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. ആർക്കും ചെയ്യാവുന്നതും വളരെ ചിലവ് കുറഞ്ഞതുമായ ഒരു മാർഗ്ഗമാണിത്. അപ്പം ഇത്തരത്തിലുള്ള ആയുർവേദ ഔഷധ സസ്യങ്ങൾ നിരവധിയായിട്ടുള്ളത് ഇലഞ്ഞൂർ ബ്ലോഗ് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സ്ഥലവിസ്തൃതി ഉള്ളവർക്ക് അത് നമുക്ക് അങ്ങനെ നട്ടുപിടിപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ഡ്രമ്മുകളെ അതുപോലെ ചെടിച്ചട്ടികളെ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ആവശ്യശേഷം പല്ലായി പോകുന്ന വക്കറ്റുകൾ, അലൂമിനിയം പാത്രങ്ങൾ, മൺകലങ്ങൾ, ഇതിനകത്തൊക്കെ നമുക്ക് ചെറിയ ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ നട്ടുപിടിപ്പിച്ചാൽ പണച്ചെലവില്ലാതെ ഒരു ആയുർവേദ ഉദ്യാനം നമ്മുടെ മുറ്റത്തുണ്ടാക്കിയെടുക്കാനും അതിൻ്റെ സംരക്ഷണത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഗുണങ്ങൾ അനുഭവിച്ചറിയാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 കുഞ്ഞു കർഷകരെ മാതൃകയായിക്കൊണ്ട് നമുക്കും ഒരു തുടക്കം കുറിക്കാം. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർക്ക് ഒരു തുടക്കം കുറിക്കാം. അല്പം സമയമുണ്ടെങ്കിൽ രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറും ഈ നമ്മുടെ സസ്യങ്ങൾക്ക് വേണ്ടി, ആയുർവേദ സസ്യങ്ങൾക്ക് വേണ്ടി, പൂച്ചെടികൾക്ക് വേണ്ടി നമ്മൾ ചിലവിടാമെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. കാരണം നമുക്ക് നല്ലൊരു വ്യായാമം ലഭിക്കുന്നു. ഇതിൻ്റെ പരിചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നല്ലൊരു വ്യായാമമാണ്. ഒപ്പം തന്നെ നമ്മുടെ ആ വീടിന് ചുറ്റുപാട് ഒരു പോസിറ്റീവ് എനർജി, അതായത് ഔഷധ വീര്യങ്ങളാൽ നിറയുന്ന ഒരു അന്തരീക്ഷസ്ഥിതി നമ്മുടെ വീടിന് ചുറ്റും നിലനിൽക്കുന്നു. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാകാനും രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും നമുക്ക് സാധിക്കുന്നു. നമുക്ക് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് 120 വയസ്സ് വരെയുള്ള ആയുഷ് ദൈർഘ്യമാണ്. എന്നാൽ അതിൻ്റെ പകുതിയോ 60ൻ്റെ പകുതിയോ ഒക്കെ ആകുമ്പോൾ തന്നെ രോഗങ്ങൾ പിടിപെട്ട് അകാല വാർദ്ധക്യം ബാധിച്ച് മനസ്സന്തോഷം നഷ്ടപ്പെട്ട് സാമ്പത്തികം ക്ഷയിച്ച് നമ്മൾ നരകയാതന അനുഭവിക്കുന്ന കാഴ്ചകളാണ് കണ്ടുവരുന്നത്. അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. നമ്മൾ പ്രകൃതി നമ്മുടെ ആരോഗ്യ സംരക്ഷണ കവചമായി നൽകിയിട്ടുള്ള ഇത്തരം ആയുർവേദ ഔഷധങ്ങൾ കണ്ടെത്തുകയും ആ ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുകയും അത് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിക്കുക. അങ്ങനെ രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം ആസ്വാദ്യകരമാക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഈ ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിടുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനോടൊപ്പമുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞങ്ങൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഉം.